അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നദാനിയ അക്വാ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് കൊറിയറുകൾ അയക്കുന്നത്. അപ്പോൾ ഒരുവിധം വ്യാഴാഴ്ച ആയപ്പോഴത്തേനും കൊറിയറുകൾ എത്തേണ്ടിടത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് വ്യാഴാഴ്ച വിട്ട കൊറിയറുകൾ തൊട്ടടുത്ത് തൃശ്ശൂർ ജില്ലയ്ക്ക് തൊട്ടടുത്തുള്ള ജില്ലകളിലേക്കാണ് നമ്മൾ വ്യാഴാഴ്ചകൾ വിടുന്നത്. അപ്പോൾ അത് ഏതാണ്ട് നാളത്തോടുകൂടി എത്തും. അപ്പോൾ നമ്മൾ ഇതുവരെ വ്യാഴാഴ്ച വരെ വിട്ടതിൽ ഒരു 1-2 പീസുകളൊക്കെ നമുക്ക് ഡാമേജ് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഡാമേജ് വരാനുള്ളൊരു കാരണമാണ് കേട്ടോ. അപ്പോൾ ഡാമേജ് വരാനുള്ള കാരണം നമ്മളത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷെല്ല് മോൾഡിങ് നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആ കവറിനകത്ത് വെച്ചിട്ട് അപ്പോൾ ചില ക്രൈ ഫിഷുകൾ കവറിനകത്ത് വെച്ചിട്ട് മോൾഡിങ് നല്ല ഭംഗിയായിട്ട് അതിൽ നിന്ന് കൂരി പോകുന്ന ഷെല്ലിൽ നിന്ന് വേർപെട്ട് അത് സേഫായിട്ട് കിട്ടും. ചിലവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഷെല്ലിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്തൊരു സാഹചര്യം വരെയും ഡെഡ് ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു പ്രവണത വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡെഡ് ആവുന്ന ക്രൈ ഫിഷുകളുടെ റീഫണ്ട് ചെയ്താണ് കൊടുക്കാറ്. അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ നിന്ന് എപ്പോഴെങ്കിലും ക്രൈ ഫിഷുകൾ മേടിക്കുമ്പോൾ ഒരു ക്രൈ ഫിഷിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ ആവശ്യപ്രകാരമാണ് കേട്ടോ, കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രൈ ഫിഷുകളെ നമ്മൾ കൊറിയർ അയക്കുന്നതിന് മുൻപ് ഏകദേശം ഇപ്പോൾ ഇന്നാണ് കൊറിയർ അയക്കുന്നുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ പിടിച്ച് അതിനെ കണ്ടീഷൻ ചെയ്ത് തരും. വേറൊന്നല്ല, പിടിച്ച വെള്ളത്തിൽ നിന്ന് മാറ്റി ഇടുമ്പോൾ ക്രൈ ഫിഷുകൾ ഷെല്ല് പൊഴിക്കാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് മാറി ഒരു 10 പീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് നാളെ കൊറിയർ അയക്കാൻ വേണ്ടി ഇന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ നമ്മൾ പാക്ക് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ അതിൽ 2-3 ഷെല്ല് പൊഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഷെല്ല് പൊഴിച്ചതിനെ നമ്മൾ പാക്ക് ചെയ്യാറില്ല സാധാരണ, കാരണം അത്രയും സോഫ്റ്റ് ആയിരിക്കും. അവരെ നമ്മൾ അത്രയും സ്ട്രെസ്സ് ചെയ്യിപ്പിക്കാറില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ഷെല്ല് പൊഴിക്കാത്തവരെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ പാക്ക് ചെയ്ത് വിടുമ്പോൾ ഒരു പക്ഷേ ആ ക്രൈ ഫിഷുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് ഷെല്ല് പൊഴിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലവർ കവറിനകത്ത് വെച്ച് തന്നെ ഷെല്ല് പൊഴിക്കും, എന്ന് വെച്ചാൽ ഡെഡ് ആവണമെന്നല്ല. പക്ഷേ ചില കേസുകളിൽ ആ കവറിനകത്ത് വെച്ച് ആ ഷെല്ലിനകത്ത് ബ്ലോക്കായി അവർ ഡെഡ് ആവാനുള്ള സാധ്യതയാണ് ആ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങളൊരു 1-2 ദിവസം അവരെ നിരീക്ഷിക്കണം. കാരണം ആ ദിവസങ്ങളിൽ അവർ ഷെല്ല് പൊഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് വന്നതിന് ശേഷമാണ് ഷെല്ല് പൊഴിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും സെപ്പറേറ്റ് ഒരു 1-2 ദിവസം നിങ്ങൾ മാറ്റിയിടേണ്ടതാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രൈ ഫിഷുകൾ അവർ ആ സമയത്ത് കൊന്ന് തിന്നാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രൈ ഫിഷുകളെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഷെല്ല് പൊഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് പാക്ക് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ ആയിട്ട് കണ്ടീഷൻ ചെയ്തിടുന്നത്. അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ കൊറിയറുകളൊക്കെ നമ്മുടെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്, ഒരുവിധം നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 1-2 പീസുകൾ നമുക്ക് വന്നപ്പോൾ ഒരു ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാമേജ് വരാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്ത് തരണേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രൈ ഫിഷിൻ്റെ കൊറിയർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് എടുത്ത് അയച്ചു തരാം. അപ്പോൾ അത് ഓരോ പാക്കറ്റ് എടുക്കുക. അത് ഓരോ പാക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡെഡ് ആയിട്ടുണ്ടില്ല എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളതെടുത്ത് നിങ്ങളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടുമ്പോഴായാലും അതിൻ്റെ ഒരു വീഡിയോകൾ നമുക്ക് എപ്പോഴും എടുത്തു വയ്ക്കാം. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ ഡെഡ് ആവാനുള്ള സാധ്യതകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത പർച്ചേസ് നമ്മുടെ ഇത് ചെയ്യുമ്പോൾ ഒരു ക്രൈ ഫിഷിന് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറിങ്ങോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൂടി കൂട്ടത്തിൽ കൂട്ടി അയച്ചു തരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ക്രൈ ഫിഷിൻ്റെ സ്റ്റോക്കുകൾ ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ തൊട്ട് പിന്നാലെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.